പച്ചക്കറി ഇല്ലാണ്ട് സിമ്പിളായിട്ട് കിഡിലൻ ടേസ്റ്റിൽ ഊണിന് കൂട്ടാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. കുറച്ച് മുതിര എടുത്ത് ഓവർനൈറ്റ് കുതിർത്തി വെച്ചതാണ്. മുതിരയുടെ അളവ് പറയില്ല, നിങ്ങൾക്ക് എന്തോരം കൂട്ടാനാണോ വേണ്ട അതനുസരിച്ച് നിങ്ങൾ മുതിര വെള്ളത്തിലിട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 7-8 വിസിൽ അടിച്ചെടുക്കാം. മുതിര വേകുമ്പോഴേക്ക് 2 സാധനം നമുക്ക് വറുത്തെടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. കരിയരുത്, നല്ലോണം ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഉലുവയും ജീരകവും നല്ലോണം വറുത്ത് കിട്ടി തണുത്തതിന് ശേഷം ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ് ചേർക്കണേ. 1 സവോള, 2 പച്ചമുളക്. സവോള നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം, കളറൊന്നും മാറണ്ട. സവോള സോഫ്റ്റ് ആകുമ്പോഴേക്ക് നമ്മൾ മുതിര വേവിച്ച ആ വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ട്. ഊറ്റിയെടുത്ത ഈ മുതിര തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇത്രയ്ക്ക് മുതിര വെന്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഫൈനായിട്ട് അരഞ്ഞു കിട്ടും. സവോള നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്തോളൂ. പൊടികളുടെ പച്ചസ്വാദ് പോണ വരെ കുക്ക് ചെയ്തെടുക്കും. പൊടികളുടെ പച്ചസ്വാദ് പോയതും നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് കുതിർത്തി വെച്ചതാണ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം ചേർത്തതിൻ്റെ ശേഷം നമ്മൾ മുതിര വേവിച്ചെടുത്തിട്ടില്ലേ ആ വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പുളിയുടെ പച്ചസ്വാദ് പോണ വരെ കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റിലും താഴെ ഫ്ലെയിം ഫുള്ളിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തോളൂ. പുളിയുടെ പച്ചസ്വാദ് പോയത് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. പൊടിച്ച് വെച്ചേക്കണ ഉലുവയുടെയും ജീരകത്തിൻ്റെയും പൊടി ചേർക്കാം. അരച്ച് വെച്ചേക്കണ ഉലുവയുടെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് 1 മിനിറ്റിൻ്റെ അടുത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. അടച്ച് വെച്ച് തിളപ്പിച്ചോളൂ. തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. കൂട്ടാൻ നല്ലോണം തിളച്ചു വിട്ടാൽ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർക്കാം. പുളി എരിവ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. കുറച്ച് മല്ലിയില ചേർത്തതിന് ശേഷം കൂട്ടാൻ വറുത്തിടാൻ ആവശ്യമുള്ള എണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വേപ്പില, 2 ചുവന്നമുളക്. മിക്സ് ചെയ്ത് വറുത്തിട്ട് കൂട്ടാനിലേക്ക് ചേർക്കാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.